സുഹൃത്തുക്കളെ, കുറച്ച് നാളത്തെ ഗ്യാപ്പിന് ശേഷം എൻ്റെ 1000-ഓളം ഫ്രണ്ട്സ് കൊണ്ടാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത്. തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കുക. അപ്പം നല്ല ചൂടാണ്, നല്ല വെയിലാണ്. അപ്പോൾ ആരും പുറത്തൊന്നും ഇറങ്ങിയിരിക്കരുത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഞാൻ കണ്ട 2 സിനിമകൾ നിങ്ങൾക്ക് വേണ്ടി സജസ്റ്റ് ചെയ്യുകയാണ്. 2 തെലുങ്ക് സിനിമകൾ, വ്യത്യസ്തമായിട്ടുള്ള 2 തെലുങ്ക് സിനിമകൾ. ഈ ലിസ്റ്റിലുള്ള 2 സിനിമകളും നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. എന്നാലും കാണാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ ഈ വീഡിയോ ഡെഡിക്കേറ്റ് ചെയ്യും. ഒന്നാമത്തെ സിനിമ അമീഗോസ്. ഒരാളെ പോലെ ഈ ലോകത്ത് 7 പേരുണ്ടാവുമെന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്, ശരിയല്ലേ? അതുപോലെ ആ ഒരു കൺസെപ്റ്റിനെ ബേസ് ചെയ്തിട്ട് ഇറക്കിയിട്ടുള്ള ഒരു സിനിമയാണ് 2023 പുറത്തിറങ്ങിയ ഒരു തെലുങ്ക് ചിത്രം അമീഗോസ്. തെലുങ്ക് സൂപ്പർ സ്റ്റാർ നന്ദമുരി കല്യാൺ റാമാണ് ഈ ചിത്രത്തിൽ നായകനായിട്ട് എത്തിയിരിക്കുന്നത്. ഈ ചിത്രത്തിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, തന്നെ പോലെ തന്നെ ഇരിക്കുന്ന ഒരാളെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് മറ്റൊരാളെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഉള്ളൊരു വെബ്സൈറ്റ് നമ്മുടെ നായകന്റെ കയ്യിലേക്ക് കിട്ടുകയാണ്. അതിൽ വെച്ചിട്ട് നമ്മുടെ നായകൻ തൻ്റെ അപരനെ കണ്ടുപിടിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ തൻ്റെ അതേ രൂപസാദൃശ്യമുള്ള 3 പേരെയാണ് നായകൻ കണ്ടുപിടിക്കുന്നത്. 3 പേരെന്ന് വെച്ചാൽ അയാളെ കൂടെ കൂട്ടി ബാക്കി 2 പേര്, അങ്ങനെ 3 പേര്. ഇവർ 3 പേരും ഈ വെബ്സൈറ്റ് വഴി നേരിട്ട് കണ്ടുമുട്ടിക്കഴിഞ്ഞ് പിന്നീട് നടക്കുന്ന കാര്യങ്ങളാണ് സിനിമയെ ഭയങ്കരമായിട്ട് ത്രില്ലടിപ്പിക്കുന്നത്. സത്യത്തിൽ ഇതൊരു ത്രില്ലർ സിനിമയാണ്. ഇപ്പോൾ നമ്മളെപ്പോലെ തന്നെ ഇരിക്കുന്ന ഒരാൾക്ക് ഒരിക്കലും നമ്മുടെ അതേ സ്വഭാവം വരണമെന്നില്ലല്ലോ. അത് തന്നെയാണ് ഈ സിനിമ മുമ്പോട്ട് കൊണ്ടുപോകുന്നത്. ഇവരുടെ 3 പേരുടെയും സ്വഭാവത്തിനുണ്ടാകുന്ന വ്യത്യാസവും ചതി, വഞ്ചന, അതുപോലെയുള്ള സൗഹൃദം പോലെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ എടുത്തു കാണിച്ചു കൊണ്ട് പോകുന്നൊരു സിനിമ കൂടെയാണ് ഈ ചിത്രം. എന്നാലും ഈ സിനിമ കണ്ടിട്ടുള്ളവർ കമൻറ്റ് ചെയ്യുക, കാണാത്തവർ എന്തായാലും പോയി ഉറപ്പായിട്ടും കണ്ടുപോകുക. മസ്റ്റ് വാച്ച് ചിത്രമാണ്. രണ്ടാമത്തെ ചിത്രം ബിംബിസാര. ഈ ചിത്രത്തിലും നന്ദമുരി കല്യാൺ റാമാണ് നായകനായിട്ട് എത്തിയിരിക്കുന്നത്. ഒരു സാമ്രാജ്യം ഭരിക്കുന്ന അഹങ്കാരിയും ദുഷ്ടനുമായിട്ടുള്ള ഒരു രാജാവ്. ഈ രാജാവ് തൻ്റെ ആ കാലഘട്ടത്തിൽ നിന്നും ടൈം ട്രാവൽ ചെയ്ത് 2022 വരികയാണ്. പിന്നീട് നടക്കുന്ന രസകരമായിട്ടുള്ള കാര്യങ്ങളാണ് സിനിമ പറഞ്ഞു പോകുന്നത്. ഒരു ടൈം ട്രാവൽ സബ്ജക്റ്റ് കൂടിയാണ് സിനിമ. ഫുൾ ഒരു ഫാൻറ്റസി മോഡിലാണ് ചിത്രം പോകുന്നത്. ഒരു ഫെയറി ടെയിലൊക്കെ പറയുന്ന പോലെ ഒരു മായാജാല കണ്ണാടി, അതുപോലെ ഒരുപാട് രാക്ഷസന്മാർ, ഇതൊക്കെ കാണിക്കുന്നുണ്ട്. ചിത്രത്തിലെ ഒരു പോരായ്മ എന്ന് പറയുന്നത് CGIയുടെ ഒരു ചെറിയൊരു വിഷയം മാത്രമേ ഉള്ളൂ. പക്ഷേ കഥയ്ക്ക് പ്രാധാന്യം കൊടുത്ത് കാണുന്ന സാധാരണ പ്രേക്ഷകർക്ക് എന്തായാലും ഇഷ്ടപ്പെടുന്ന, എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു സിനിമ തന്നെയാണ്. ഭയങ്കര ഫാൻറ്റസി, കുട്ടികൾക്കായാലും ഇഷ്ടപ്പെടുന്ന ഒരു ചിത്രം തന്നെയാണ് ബിംബിസാര. 2022 ഫെബ്രുവരി 5-നാണ് ബിംബിസാര തിയേറ്ററിലേക്ക് റിലീസാവുന്നത്. ലോജിക് വൈസ് നോക്കുമ്പോൾ ഫാൻറ്റസി പടത്തിനാരും ലോജിക്ക് നോക്കത്തില്ലല്ലോ, പ്രത്യേകിച്ച് തെലുങ്ക് പടത്തിൽ. അപ്പോൾ പിന്നെ അത് നോക്കേണ്ട ആവശ്യമില്ല. പിന്നെ മലയാളത്തിലും ഈ സിനിമ ലഭ്യമാണ്. അപ്പോൾ നിങ്ങൾ ഈ സിനിമ കണ്ടതാണെങ്കിലും നിങ്ങൾ കമൻറ്റ് ചെയ്യുക, കാണാത്തവരാണെങ്കിൽ മസ്റ്റായിട്ട് പോയി കാണുക. അപ്പോൾ ഇനി ഇതുപോലെ നിങ്ങൾ ശ്രദ്ധിക്കാത്ത അല്ലെങ്കിൽ കാണാത്ത വ്യത്യസ്തമായിട്ടുള്ള സിനിമകളുടെ സജഷൻസ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പം അമോക്കി ബ്രോ, ടാറ്റ.